ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 3:12 മുതൽ 14 വരെ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 3:12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ വിശ്വാസത്തിൽ അഥവാ ആദ്യ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ അനിവാര്യത പൗലോസ് അപ്പോസ്തലൻ എബ്രായ വിശ്വാസികൾക്ക് ഉപദേശിക്കുകയാണ്. ഇത് കേവലം അന്ന് അദ്ദേഹം അഥവാ പൗലോസ് എഴുതി എബ്രായ വിശ്വാസികൾക്ക് നൽകിയ ഒരു ഉപദേശം മാത്രമായിട്ടല്ല, ദൈവവചനം ദൈവശ്വാസീയമാകയാൽ ഏതൊരു കാലത്തും ഏതൊരു യുഗത്തിലും ഏതൊരു സമയത്തും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ദൈവഭക്തർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഉപദേശം. ഈ വചനത്തിൽ പ്രത്യേകാൽ ചില മുന്നറിയിപ്പ് കാണുവാൻ കഴിയും. ആദ്യമായി നാം കാണുന്നത് അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയത്തിനെതിരായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. അവിശ്വാസമുള്ള ഹൃദയത്തെ ദുഷ്ടഹൃദയമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുഴു പ്രപഞ്ചത്തിലെ മാനവരാശിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിലെ സകല ജാതി ജനങ്ങളും സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കണമെന്ന് സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നു. അതിനു വിരുദ്ധമായി നാം ദൈവത്തെ അവിശ്വസിക്കുമ്പോൾ ദൈവത്തെ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തിൻ്റെ അനന്തരഫലം ആണ് ഈ വിശ്വാസത്യാഗം സൂചിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ അഥവാ നിങ്ങളിൽ അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ ശ്രദ്ധിക്കാനാണ് ആദ്യം പറയുന്നത്. രണ്ടാമതായി ഇവിടെ പറയുന്നത് പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിപ്പാൻ ശ്രദ്ധിക്കാനാണ്. പാപം മനുഷ്യഹൃദയത്തെ കഠിനപ്പെടുത്തുന്നു. ഒരു പാപം ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. വീണ്ടും ഒരു പാപം ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. മറ്റൊരു പാപം ചെയ്തു, ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്ത് അതിന് ശിക്ഷയൊന്നും ലഭിക്കാത്ത കാരണത്താൽ വലിയ വലിയ പാപങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന അവസ്ഥ, അതിനെയാണ് ഇവിടെ പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയം കഠിനപ്പെട്ട അവസ്ഥ.
യഥാർത്ഥത്തിൽ ഒരു ദൈവഭക്തൻ ഒരു ചെറിയ പാപം ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ മനസ്സ് ഇളകും, അഥവാ കുത്തുകൊള്ളും. അയ്യോ, ഞാൻ പാപം ചെയ്തു പോയെന്നുള്ള ആ പാപബോധം, ആ കുറ്റബോധം അവനെ ഭരിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എത്ര വലിയ പാപം ചെയ്താലും യാതൊരു കുറ്റബോധവും പാപബോധവും അനുതാപവും പിന്നെ വരാൻ സാധ്യതയില്ല. അങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ വിശ്വാസത്യാഗമാണ് ഉണ്ടാകുന്നത്. വിശ്വാസത്യാഗം നാശത്തിലേക്കാണ് നയിക്കുന്നത്. തിരിച്ചു വന്ന് യഥാസ്ഥാനപ്പെടുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആമേൻ.